ഇതെന്താ തേങ്ങാക്കാരടുത്ത് പോണെന്ന് പറഞ്ഞു പോയിട്ട്? അങ്ങോട്ടേക്കൊന്നും പറഞ്ഞു തന്നെ ഇറങ്ങിയത്. പക്ഷെ വഴി പോസ്റ്റ് ഓഫീസിലൊന്ന് കേറി. എന്തോ അങ്ങനെ തോന്നി. ഇതെന്താ ഇത്? നമ്മുടെ കുഞ്ഞിനൊരു ജോലി. ഈശ്വര, അപ്പോയിന്റ്മെന്റ് ഓർഡറാ. പിന്നെ ഒന്നിനും അപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്? അതെ, ഇതേ അവനൊരു 8-9 മാസം മുമ്പ് മദ്രാസിൽ ഒരു ഇന്റർവ്യൂവിന് പോയത് ഓർമ്മയുണ്ടോ? ഒരു മെറൈൻ എക്സ്പോർട്ട് കമ്പനിയുടെ ഇന്റർവ്യൂ. നമ്മുടെ വിളയിലെ രാജിന്റെ വീട്ടിൽ താമസിച്ച് പോയ ഇന്റർവ്യൂ. അതിന്റെയാ. അയ്യോ, നല്ല ജോലിയല്ലേ? പിന്നെ 3 മാസത്തേക്ക് പ്രൊബേഷൻ, അത് കഴിഞ്ഞാൽ പെർമനന്റ്. എവിടെ അവൻ? വിശ്വം, അവൻ ആ പാടത്തോ പറമ്പിലോ എങ്ങാനും കാണും. നീ പോയി വിളിച്ചോണ്ട് വാ. അപ്പോ ജോലി മദ്രാസിലായിരിക്കോ? അല്ല, തൽക്കാലം കൊച്ചിയിൽ അവരുടെ ഹെഡ് ഓഫീസ്. പിന്നെ മദ്രാസിലോ വിശാഖപട്ടണത്തോ ബോംബെയിലോ എവിടെയൊക്കെ അവർക്ക് ബ്രാഞ്ച് ഉണ്ടോ അവിടെയൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. പോട്ടെ, ഇപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ. 41 ചൊവ്വാഴ്ച തൊഴുത് തയ്ക്കുന്നതിന് മുമ്പ് അവന് ജോലി കിട്ടുന്ന ആ ജോത്സ്യൻ പറഞ്ഞത് എന്താ അച്ചട്ടായെന്ന് നോക്കിക്കേ. കൃഷ്ണ, ഗുരുവായൂരപ്പ. ജോലി കിട്ടിയിട്ട് എടുക്കാൻ വെച്ചിരുന്ന പോലെ? ഏയ്, അങ്ങനൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോ ബ്ലേഡ് വാങ്ങിക്കാൻ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ടായല്ലോ. ഇനിയിപ്പോ നിനക്കാരാ കല്യാണക്കാരൻ വരുന്നതെന്ന് ഞാൻ കൂടി ഒന്ന് അറിയും. ആരായിരിക്കും? ആരായാലും നല്ല സ്വയംഭം പയ്യനായിരിക്കും. വല്ല ഡോക്ടറോ IAS എഞ്ചിനീയറോ. അയ്യോ, നീ നോയിക്കോടി പെണ്ണേ. ഒരു 6 മാസം ഒന്ന് തള്ളട്ടെ, ഞാൻ കാണിച്ചു തരാം. ഏതായാലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ഈ കാടും പടലും ഒക്കെ ഒന്ന് തെളിഞ്ഞാൽ തന്നെ ഐശ്വര്യമായി. നല്ല പാടാ. Come in. ചാർജ് എടുത്തോ? സർ. ഇരിക്കേ. നല്ല ദിവസവും നേരമൊക്കെ നോക്കിയാണോ ചാർജ് എടുക്കാൻ വന്നത്? സർ. അമ്പലത്തിൽ പോയോ? പോയി. ഇത് നിങ്ങളുടെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണോ? സർ. അത്രയും നല്ലത്. ഗോപി, ഒന്നിങ്ങോട്ട് വരൂ. പ്രൊബേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ സെക്ഷനിലും ഒരു 2 ആഴ്ച വീതം ട്രെയിനിങ് ഉണ്ടാവും. പ്രൊബേഷൻ തീരുന്നത് വരെ മാസം 1500 രൂപ തരും. സർ. പ്രൊബേഷൻ തീർന്ന് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡും കപ്പാസിറ്റിയും നോക്കിയിട്ട് ഏതെങ്കിലും ബ്രാഞ്ചിലോ സെക്ഷനിലോ പോസ്റ്റ് ചെയ്യും. ശമ്പളവും നിങ്ങളുടെ കഴിവും ആത്മാർത്ഥതയും നോക്കി ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. നിങ്ങളുടെ സീറ്റില് നിങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അന്നത്തെ മദ്രാസ് ഇന്റർവ്യൂവിന് സെലക്ഷൻ കിട്ടിയ ഒരു പയ്യൻ, എ കന്നഡ ബോയ്, രാമകൃഷ്ണ. അവൻ പോയതുകൊണ്ടായി ഇപ്പൊ ലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് കാർഡയച്ചത് അല്ലേ? അവനെ ഞാൻ പ്രൊബേഷൻ കഴിഞ്ഞിട്ട് ആദ്യം ഫിക്സ് ചെയ്യുന്നത് 3000 രൂപയ്ക്കാണ്. സർവീസിലിരുന്നെങ്കിൽ he would have been my marketing manager in another 1 year. അല്ലേ ഗോപി? അതെ, ഓൾ ഫെയ്റ്റ്. അവനൊരു മോട്ടോർ ബൈക്ക് ആക്സിഡന്റ് മരിക്കുകയായിരുന്നു.